പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്ന സംഘടന ആർട്ടിക്കിൾ 370 മോഡിഫൈ ചെയ്തതിന്റെ പ്രതികാരം എന്നോണം രൂപം കൊണ്ട ഭീകര ഗ്രൂപ്പാണ്. നിരപരാധികളായ വിനോദസഞ്ചാരികളുടെ തൊട്ടടുത്ത് വന്ന് മതം ചോദിച്ച് പ്രിയപ്പെട്ടവരുടെ കൺമുമ്പിൽ വെച്ച് വെടിവെച്ചു കൊല്ലാൻ മാത്രം എന്ത് പകയാണ് ആർട്ടിക്കിൾ 370 അവരിൽ ഉണ്ടാക്കിയത്? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സമാധാനപരമായി സാധാരണ ജീവിതം നയിച്ചിരുന്ന കശ്മീരിനെ വീണ്ടും കുത്തി നോവിച്ചുകൊണ്ട് യുവാക്കളിൽ അക്രമവാസനയും വിദ്വേഷവും നിറച്ച് അടുത്ത ജിഹാദിസ്റ്റുകളായി നാടിന്റെ നട്ടെല്ലാകേണ്ട ഭാവി തലമുറയെ തെറ്റിദ്ധാരണകളുടെ മൂടുപടം വെച്ച് മറച്ചുകൊണ്ട് ചാവേറുകളായി കുരുതി കഴിക്കുന്നത് എന്തിന്? കേൾക്കാം ജമ്മു കാശ്മീരിന്റെ ചരിത്രം മുതൽ ആർട്ടിക്കിൾ 370 ഭേദഗതിയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി പ്രസ്താവനകൾ വരെ. ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ജമ്മു മേഖലയും ഇസ്ലാം മത ഭൂരിപക്ഷമുള്ള കശ്മീർ താഴ്വരയും ബുദ്ധമത ഭൂരിപക്ഷമുള്ള ലഡാക്കും ഉൾപ്പെടെയുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനം ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ഭാഗമായത് എങ്ങനെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ലഭിച്ചത് ഒരേ ദിവസമാണ്. നമ്മൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു. പാകിസ്ഥാനികൾ ഓഗസ്റ്റ് 14 അവരുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നു. ബ്രിട്ടീഷുകാര് ഇന്ത്യയെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷിന്റെ ഭരണത്തിന് കീഴിലല്ലായിരുന്നു. 562ഓളം പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, അതായത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ നാട്ടുരാജ്യങ്ങളുടെ ഭരണം നടത്തിയിരുന്നത് അതാത് നാട്ടുരാജാക്കന്മാരായിരുന്നു. നമുക്കറിയാം, ഇങ്ങനെയുള്ള പല നാട്ടുരാജാക്കന്മാരുടെയും സ്വാർത്ഥമായ ബുദ്ധിശൂന്യത നിറഞ്ഞ പല തീരുമാനങ്ങൾ കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്രയധികം നമ്മുടെ രാജ്യത്തെ സമ്പത്ത് അവരുടെ രാജ്യത്തേക്ക് അപഹരിച്ചു കൊണ്ടുപോകാനിടയായത്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് നമ്മുടെ ദേശീയ നേതാക്കൾ ഈ നാട്ടുരാജാക്കന്മാരോട് ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇന്ത്യയുടെ ഭാഗമാവാം, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗമാകാം, അതുമല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യമായിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാം. ഇത്രയും വലിയ ഭൂപ്രദേശമുള്ള ഇന്ത്യയിൽ അവിടെവിടെയായി ചിന്നിച്ചിതറി കിടക്കുന്ന ഈ നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളാൻ ഭയന്നു. മാത്രമല്ല, ഇന്ത്യയുടെ ഏകീകരണത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ നാട്ടുരാജാക്കന്മാരെ നേരിട്ട് കണ്ട് ഭാരതത്തോടൊപ്പം ഏകീകൃത രാജ്യമായി നിലകൊള്ളുമ്പോൾ ഉണ്ടാകാവുന്ന നന്മകളെ പറ്റിയും ഗുണങ്ങളെ പറ്റിയും ബോധ്യപ്പെടുത്തുകയും ദേശസ്നേഹം അവരിൽ വളർത്തുകയും ചെയ്തു. എന്നാൽ ഈ ഒരു അഭ്യർത്ഥനയെ മാനിക്കാതെ, അതിനോട് സഹകരിക്കാതെ ഞങ്ങൾ സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളാം എന്ന തീരുമാനമെടുത്ത നാട്ടുരാജ്യമാണ് ജമ്മു കാശ്മീർ. അവിടം ഭരിച്ചിരുന്നത് മഹാരാജാവ് ഹരിസിംഗ് ആയിരുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇടയിൽ ഒരു ചെറിയ പ്രദേശം സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുമ്പോൾ നേരിടാവുന്ന പ്രശ്നങ്ങളെ പറ്റിയും യുദ്ധഭീഷണികളെ പറ്റിയും ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലുമായിരുന്ന ലൂയി മൗണ്ട് ബാറ്റൻ അടക്കം പലരും മഹാരാജാവ് ഹരിസിംഗിനെ ബോധിപ്പിച്ചെങ്കിലും അദ്ദേഹം എടുത്ത തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോയി. അദ്ദേഹം നല്ലൊരു രാജാവായിരുന്നു. ഭരണത്തിൽ കയറിയ ഉടനെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കി, ബാലവിവാഹങ്ങൾ നിരോധിച്ചു, താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ആരാധനാലയങ്ങൾ തുറന്നു. അങ്ങനെ രാജ്യത്തിന്റെ ഭാവിയെപ്പറ്റി, അഭിവൃദ്ധിയെപ്പറ്റി ഏറെ ചിന്താഗ്രസ്തനായിരുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവനാണ്. അദ്ദേഹം ഭരിക്കുന്ന ജനങ്ങൾ കൂടുതലും ഇസ്ലാം മതവിശ്വാസികളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന തീരുമാനം മതസ്വാധീനത്താൽ ആകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 2 മാസത്തിനുള്ളിൽ 1947 ഒക്ടോബർ ആയപ്പോഴേക്കും പാകിസ്ഥാൻ ഗോത്രവർഗക്കാരായ പഷ്തൂൺസ് ജമ്മു കാശ്മീരിനെ ആക്രമിക്കാനും അധിനിവേശപ്പെടുത്താനും തുടങ്ങി. തൻ്റെ ജനങ്ങൾ തനിക്കെതിരെ തിരിയുമെന്നും തൻ്റെ രാജ്യം കൈവിട്ടു പോകുമെന്നും മനസ്സിലാക്കിയ മഹാരാജാവ് ഹരിസിംഗ് ഇന്ത്യയുടെ സഹായം തേടാണ്. ഇന്ത്യക്ക് ഇത് നല്ലൊരു അവസരമായിരുന്നു. ഇന്ത്യയുടെ ഭാഗമല്ലാത്ത സ്വതന്ത്ര രാജ്യമായ ജമ്മു കാശ്മീരിനെ സഹായിക്കുമ്പോൾ അന്താരാഷ്ട്ര കാര്യങ്ങളിൽ തലയിടുന്നതിന് തുല്യമാവും. ഇക്കാര്യം ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് എതിരായ കാര്യമായതുകൊണ്ട് നമ്മുടെ രാജ്യ നേതാക്കൾ ഹരിസിംഗിനോട് ആവശ്യപ്പെടാണ്, നിങ്ങൾ ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ ഇന്ത്യൻ ഫോഴ്സ് ഉപയോഗിച്ച് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നിന്നും ജമ്മു കാശ്മീരിനെ ഞങ്ങൾ സംരക്ഷിക്കാം. പക്ഷേ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ, അതായത് കൂട്ടിച്ചേർക്കൽ കരാറിൽ നിങ്ങൾ ഒപ്പുവെക്കണം. മറ്റൊരു നിവൃത്തിയില്ലാതിരുന്ന മഹാരാജാവ് ഹരിസിംഗ് 1947 ഒക്ടോബർ 26 ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ ഒപ്പുവെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കൂട്ടിച്ചേർക്കൽ കരാറ് പ്രകാരമാണ് മറ്റു നാട്ടുരാജ്യങ്ങളെ പോലെ തന്നെ ജമ്മു കാശ്മീരും ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയത്. ഇനി ജമ്മു കാശ്മീർ മുഴുവനും ഇന്ത്യയുടെ ഭാഗമാണോ?
കശ്മീരിന്റെ വടക്കേ ഭാഗത്തുള്ള ജാംഗഡ് കൊടുമുടിയോ നീലം താഴ്വരയിലുള്ള ഹരിപർവത് കൊടുമുടിയോ നമുക്ക് പോയി കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തെ? ഹരിസിംഗ് ഒപ്പിട്ട കൂട്ടിച്ചേർക്കൽ കരാറ് പ്രകാരം ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായതോടെ പാകിസ്ഥാനെതിരെ യുദ്ധ നടപടിയായി ഇന്ത്യ മുന്നോട്ട് പോവാണ്. നമുക്കറിയാം, നമ്മുടെ മഹാത്മാഗാന്ധിയും മറ്റ് ദേശീയ നേതാക്കളും അഹിംസയുടെ വക്താക്കളാണ്. യുദ്ധം ചെയ്ത് ക്രമസമാധാനം നഷ്ടപ്പെടുത്താനും രാജ്യത്തിന്റെ സമ്പത്ത് ദുർവ്യയം ചെയ്യാനും ഇഷ്ടപ്പെടാതിരുന്നതിനാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ച് സഹായം അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ നിയന്ത്രിക്കാനും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം സാധ്യമാക്കാനും വേണ്ടി ആരംഭിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ UNO. ഇന്ത്യ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ UNO പാകിസ്ഥാനോട് പറയാണ് വെടിവെപ്പ് നിർത്താൻ. അങ്ങനെ പാകിസ്ഥാൻ യുദ്ധം നിർത്തിവെച്ചു. ഐക്യരാഷ്ട്രസഭ മനസ്സിലാക്കാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം ജമ്മു കാശ്മീരാണെന്ന്. എന്നിട്ട് UNO പറയാണ് അതാത് നാട്ടുരാജ്യങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നാട്ടുരാജാവല്ല, മറിച്ച് അവിടുത്തെ ജനങ്ങളാണ്. അപ്പോൾ നിങ്ങളൊരു പ്ലെബിസൈറ്റ് ജമ്മു കാശ്മീരിൽ നടത്തണം. എങ്കിലാണ് അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനോട് ചേരണമോ ഇന്ത്യയോട് ചേരണമോ എന്നുള്ള അവരുടെ ആഗ്രഹം മനസ്സിലാക്കാൻ പറ്റുക. നമുക്കറിയാം, ഇന്ത്യയിൽ ഭൂരിഭാഗവും ഹൈന്ദവ മതവിശ്വാസികളാണ്, പാകിസ്ഥാനിൽ ഇസ്ലാം മതവിശ്വാസികളാണ്. ഈ ഒരു പ്ലെബിസൈറ്റ് നടത്തുന്നത് ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു കൈവിട്ട കളിയാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെബിസൈറ്റ് നടത്താൻ ഇരു രാജ്യങ്ങൾക്കും പേടിയായിരുന്നു. ദേ ഫിയർ പീപ്പിൾസ് ചോയ്സ്. അങ്ങനെ മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളും കാരണങ്ങളും ഉന്നയിച്ച് ഈ പ്ലെബിസൈറ്റ് അന്ന് നടന്നില്ല. ഐക്യരാഷ്ട്രസഭ യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ജമ്മു കാശ്മീരിന്റെ എത്രത്തോളം ഭാഗം കൈവശപ്പെടുത്തിയോ അത് പാകിസ്ഥാന്റെ അധീനതയിലും ഇന്ത്യ എത്രത്തോളം ചെറുത്തു നിർത്തിയോ അത്രയും ഭാഗം ഇന്ത്യയുടെ അധീനതയിലുമായി. ഈ രണ്ട് പ്രദേശങ്ങളെയും വേർതിരിക്കുന്ന നിയന്ത്രണ രേഖയെ ലൈൻ ഓഫ് കൺട്രോൾ എന്നാണ് വിളിക്കുന്നത്. പാകിസ്ഥാൻ ഇല്ലീഗലി ഓക്യുപ്പൈഡ് കശ്മീരിനെ ആസാദ് കശ്മീർ എന്നും ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ എന്നും വിളിക്കുന്നു. 1959 മുതൽ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ജമ്മു കാശ്മീരിന്റെ വടക്ക് കിഴക്കൻ ഭാഗം അക്സായ് ചിൻ എന്ന പേരിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ നിയന്ത്രണത്തിലായി. മാത്രമല്ല, ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാനിലെ ഒരു ചെറിയ ഭാഗവും ചൈനയ്ക്ക് ഇഷ്ടദാനമായി പാകിസ്ഥാൻ കൊടുത്തു. നിലവിൽ ലഡാക്കും ജമ്മുവും കശ്മീരിന്റെ കുറച്ച് ഭാഗവുമാണ് ഇന്ത്യയുടെ അധീനതയിലുള്ളത്. നമ്മൾ ജമ്മു കാശ്മീരിന്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ 55% മാത്രമാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളൂ. അടുത്തതായി, ഇന്ത്യയുടെ ഭാഗമായി തീർന്ന ജമ്മു കാശ്മീർ പിന്നീട് പിന്തുടർന്ന ഭരണഘടന ഇന്ത്യയുടേതാണോ എന്ന് നമുക്ക് നോക്കാം. ജമ്മു കാശ്മീരിനും ഇന്ത്യക്കും സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും അവരുടേതായ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് ഈ യുദ്ധമുണ്ടാകുന്നതും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായിട്ട് മാറുന്നതും. ഫസ്റ്റ് ഇൻഡോ പാക് വാർ അല്ലെങ്കിൽ ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്ന ഈ യുദ്ധത്തിന് ശേഷം, അതായത് 1949 ജനുവരി 1 ശേഷം ജമ്മു കാശ്മീർ പിന്തുടരേണ്ട ഭരണഘടന ഇന്ത്യ തയ്യാറാക്കിയതാണോ അതോ അവരുടെ തന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തയ്യാറാക്കിയതാണോ എന്നതിൻ്റെ പേരിലൊരു തർക്കം അവിടെ ഉണ്ടായി. അപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽപ്പെട്ട ജമ്മു കാശ്മീരിന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന N. ഗോപാലസ്വാമി അയ്യങ്കറിനോട് കശ്മീരിന്റെ പ്രത്യേക പദവി സംരക്ഷിച്ചുകൊണ്ടുള്ള താൽക്കാലിക വ്യവസ്ഥ തയ്യാറാക്കിക്കൊള്ളാൻ അനുവാദം കൊടുക്കാണ്. അങ്ങനെ N. ഗോപാലസ്വാമി അയ്യങ്കറും കൂട്ടിച്ചേർക്കൽ കരാറിന് ശേഷം തിരഞ്ഞെടുത്ത കശ്മീരിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയും കൂടി ആർട്ടിക്കിൾ 370 1949 ഒക്ടോബർ 17 ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കാണ്. ഇനി എന്താണ് ആർട്ടിക്കിൾ 370? മഹാരാജ ഹരിസിംഗ് ഒപ്പിട്ട ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷന്റെ 7ാം വകുപ്പ് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ നിർബന്ധിക്കാൻ കഴിയില്ലെന്നും സ്വന്തം ഭരണഘടന തയ്യാറാക്കാനും കേന്ദ്ര സർക്കാരിന് എന്ത് അധിക അധികാരങ്ങൾ നൽകണമെന്ന് സ്വയം തീരുമാനിക്കാനും സംസ്ഥാനത്തിന് അവകാശമുണ്ടായിരുന്നു. ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ആർട്ടിക്കിൾ 370 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അങ്ങനെ ജമ്മു കാശ്മീരിന് 6 പ്രത്യേക വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നതാണ് ആർട്ടിക്കിൾ 370.
ഒന്നാമതായി, ഇന്ത്യൻ ഭരണഘടനയുടെ പൂർണ്ണ അധികാരത്തിൽ നിന്നും ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ ഒഴിവാക്കുകയും സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കാനുള്ള അധികാരം അവർക്ക് നൽകുകയും ചെയ്തു. രണ്ടാമതായി, സംസ്ഥാനത്തിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണ അധികാരങ്ങൾ പ്രതിരോധം, വിദേശകാര്യം, ആശയവിനിമയം എന്നീ 3 വിഷയങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി. മൂന്നാമതായി, കേന്ദ്ര സർക്കാരിന്റെ മറ്റ് ഭരണഘടനാ അധികാരങ്ങൾ കശ്മീർ സർക്കാരിന്റെ സമ്മതത്തോടെ മാത്രമേ സംസ്ഥാനത്തിന് നൽകാനാകൂ എന്നാക്കി. നാലാമതായി, ആ സമ്മതം താൽക്കാലികം മാത്രമാണ്. സംസ്ഥാന ഭരണഘടനാ അസംബ്ലി അത് അംഗീകരിക്കേണ്ടതുമാണ്. അഞ്ചാമതായി, സംസ്ഥാന ഭരണഘടനാ അസംബ്ലി വിളിച്ചുകൂട്ടുന്നത് വരെ മാത്രമേ സമ്മതം നൽകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ അധികാരം നിലനിൽക്കുകയുള്ളൂ. ആറാമതായി, സംസ്ഥാന ഭരണഘടനാ അസംബ്ലിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ കഴിയൂ. കാരണം ആർട്ടിക്കിൾ 370 രൂപീകരിച്ചിരിക്കുന്നത് പാർലമെന്ററി പ്രോസസ്സിലൂടെയാണ്. 1950 ജനുവരി 26-ന് ഡോക്ടർ BR അംബേദ്കറിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്നപ്പോൾ ജമ്മു കാശ്മീരിന് ബാധകമായിരുന്നത് ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 1 ആർട്ടിക്കിൾ 1 പറയുന്നത് ജമ്മു കാശ്മീർ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണെന്നും ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവിഭാജ്യ ഘടകവുമാണെന്നാണ്. ഇന്ത്യയും ജമ്മു കാശ്മീരും തമ്മിലുള്ള ഭരണഘടനാപരമായ ബന്ധം രൂപപ്പെടുത്തുന്നതിൽ 1952 ഡൽഹി കരാറിന് വലിയ പങ്കുണ്ട്. ജമ്മു കാശ്മീരിന്റെ പരമാധികാരം ഉറപ്പിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയനിൽ അതിനെ ലയിപ്പിക്കുക എന്നതും ഈ ഒരു കരാറിന്റെ ലക്ഷ്യമായിരുന്നു. ഈ കരാറിന്റെ പ്രധാന വശങ്ങൾ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന്റെ രാജവാഴ്ച നിർത്തലാക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കൊടുക്കുക, സ്വന്തമായി ഒരു പതാക നിർമ്മിക്കുക, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്കും ലഭ്യമാക്കുക, സുപ്രീം കോടതിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അധികാര പരിധി ജമ്മു കാശ്മീരിൽ അനുവദിക്കുക, സംസ്ഥാന സർക്കാരിന് ശേഷിപ്പ് അധികാരങ്ങൾ കൊടുക്കുക എന്നതൊക്കെയാണ്. പിന്നീട് 1954 രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഉത്തരവിലൂടെ ആർട്ടിക്കിൾ 35A കൊണ്ടുവരാണ്. ശ്രദ്ധിക്കണം, പാർലമെന്ററി പ്രക്രിയയിലൂടെയല്ല, മറിച്ച് രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെയാണ് ആർട്ടിക്കിൾ 35A നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ആർട്ടിക്കിൾ 35A എന്താ പറഞ്ഞേ നോക്കാം. ജമ്മു കാശ്മീരിലുള്ള സ്ഥിര താമസക്കാരെ കണക്കാക്കാൻ അവിടുത്തെ നിയമസഭയെ അനുവദിക്കുകയാണ് ആർട്ടിക്കിൾ 35A. അപ്പോൾ അവിടെ പ്രവാസികളായി കഴിയുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് അവകാശങ്ങൾ പരിമിതപ്പെടും. എങ്ങനെയാ പരിമിതപ്പെടുന്നത്? അവിടെയുള്ള ഭൂസ്വത്ത് സ്വന്തമാക്കാനോ സർക്കാർ ജോലികൾ നേടാനോ സർക്കാരിന്റെ വക സ്കോളർഷിപ്പുകളും സഹായങ്ങളും ലഭിക്കാനോ അവർക്ക് പറ്റില്ല. മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയോ രാജ്യത്തെ മറ്റേതെങ്കിലും നിയമമോ ലംഘിച്ചതിന്റെ പേരിൽ സംസ്ഥാന നിയമസഭയുടെ ഒരു പ്രവൃത്തിയും ചോദ്യം ചെയ്യാനും അവർക്ക് പാടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യൻ നിയമപ്രകാരവും ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ നിയമപ്രകാരവും ജനങ്ങൾക്ക് ലഭിക്കുന്ന നീതിന്യായ വ്യവസ്ഥകൾക്ക് വ്യത്യാസമുണ്ട്. എന്തൊക്കെയാണ് ആ വ്യത്യാസങ്ങൾ? ഒന്നാമതായിട്ട്, ഇന്ത്യൻ നിയമപ്രകാരം മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ളൊരു വ്യക്തിയെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ സ്ത്രീകൾ ആരും ശിക്ഷിക്കപ്പെടില്ല. എന്നാൽ ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A പ്രകാരം കശ്മീരി സ്ത്രീകൾ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വിവാഹം കഴിച്ചാൽ അവരുടെ സ്വത്ത് മക്കൾക്ക് കൈമാറാനായിട്ട് സാധിക്കില്ല. രണ്ടാമതായിട്ട്, ഇന്ത്യൻ നിയമപ്രകാരം ഗാർഹിക പീഡനങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണമുണ്ട്. എന്നാൽ കശ്മീരി സ്ത്രീകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ജമ്മു കാശ്മീർ സംസ്ഥാന സർക്കാർ. മൂന്നാമതായി, ഇന്ത്യൻ നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് ട്രിപ്പിൾ തലാഖിൽ നിന്നും, അതായത് ഭർത്താവ് തലാഖ് എന്ന വാക്ക് 3 തവണ ആവർത്തിക്കുമ്പോൾ അത് ഭാര്യയെ ഔപചാരികമായി നിരാകരിക്കുന്നതിന് തുല്യമാണ്. ആ ഒരു യാന്ത്രിക വിവാഹമോചനത്തിൽ നിന്നും ഇന്ത്യൻ സ്ത്രീകൾക്ക് നിയമ സംരക്ഷണമുണ്ട്. എന്നാൽ കശ്മീരി സ്ത്രീകൾക്ക് ഈ സംരക്ഷണം ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A പ്രകാരം ലഭിച്ചിരുന്നില്ല. നാലാമതായി, ഇന്ത്യൻ നിയമപ്രകാരം പട്ടികജാതിക്കാർക്ക് വിദ്യാഭ്യാസ, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലകളിൽ അവസരവും പ്രവേശനവുമുണ്ട്. എന്നാൽ ജമ്മു കാശ്മീരിലെ പിന്നോക്ക സമുദായങ്ങൾക്ക് ഇവ നിഷേധിക്കപ്പെട്ടിരുന്നു. അഞ്ചാമതായി, ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21A പ്രകാരം
6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ കശ്മീരി കുട്ടികൾക്ക് ഈ ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ശൈശവ വിവാഹത്തിൽ നിന്നും അവർക്ക് സംരക്ഷണം ലഭിച്ചിരുന്നില്ല. 6ാമതായി, ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യത്തെവിടെയും വീട് വെച്ച് താമസിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ആർട്ടിക്കിൾ 35A പ്രകാരം ജമ്മു കാശ്മീരിൽ നിന്നും തദ്ദേശീയ ഹിന്ദു കശ്മീരി പണ്ഡിറ്റ് വിഭാഗങ്ങളുടെ സ്ഥിര താമസം റദ്ദാക്കുകയും അവരുടെ വംശീയമായ ഉന്മൂലനം നടത്തുകയും ചെയ്തു. 7ാമതായി, ഇന്ത്യൻ നിയമപ്രകാരം സ്വവർഗാനുരാഗിയാകുന്നത് നിയമവിരുദ്ധമല്ല. എന്നാൽ കശ്മീരികൾക്ക് ഇത് അനുവദനീയമല്ലായിരുന്നു. 8ാമതായി, ഇന്ത്യൻ നിയമപ്രകാരം സർക്കാർ ഏജൻസികളിലെയും പൊതുമേഖലാ ബിസിനസ്സുകളിലെയും അഴിമതിക്കെതിരെ പോരാടാനായിട്ട് പ്രത്യേക ഏജൻസികൾ രൂപീകരിച്ചിട്ടുണ്ട്. എന്നാൽ ജമ്മു കാശ്മീരിൽ ഇന്ത്യയിലെ പല അഴിമതി വിരുദ്ധ നിയമങ്ങളും ബാധകമല്ല. അപ്പോൾ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ ഏർപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35A റദ്ദാക്കിയതിൻ്റെ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തതിൻ്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ കരുതാണ്. ചിലർക്കൊരു സംശയമുള്ളത്, ജമ്മു കാശ്മീരുമായി കൂടി ആലോചിക്കാതെയാണോ നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു റദ്ദാക്കൽ തീരുമാനം എടുത്തതെന്നാണ്. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും പ്രതിനിധീകരിക്കപ്പെട്ട വ്യക്തികൾ ഇന്ത്യൻ പാർലമെന്റിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തിരുന്നു. രാഷ്ട്രപതിക്ക് പൊതുവിജ്ഞാപനത്തിലൂടെ ഈ ആർട്ടിക്കിൾ പ്രവർത്തിപ്പിക്കുന്നത് അവസാനിപ്പിക്കാമെന്ന കാര്യം അനുകൂലമായും പ്രതികൂലമായും വോട്ട് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തിരുന്നു. ഈ 2 ആർട്ടിക്കിളിലുമുള്ള ജമ്മു കാശ്മീർ സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തു കളയാനുള്ള ഭേദഗതി വരുത്തുന്ന ബില്ല് ഇന്ത്യൻ പാർലമെന്റ് വിശാലമായ ബഹുകക്ഷി പിന്തുണയോടെയാണ് പാസാക്കിയത്. മാത്രമല്ല, ഈ 2 ആർട്ടിക്കിളും ഭേദഗതി വരുത്തിയതിലൂടെ ആർട്ടിക്കിൾ 367 പ്രകാരം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കുന്ന എല്ലാ ജനാധിപത്യ നിയമങ്ങളും ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് ബാധകമാവും. അതുപോലെ ലിംഗഭേദം, ലൈംഗിക ആഭിമുഖ്യം, മതം, സാമൂഹിക പശ്ചാത്തലം ഇതൊന്നും നോക്കാതെ മറ്റ് ഇന്ത്യൻ പൗരന്മാരെ പോലെ തന്നെ നിയമപ്രകാരം തുല്യ സംരക്ഷണം അവർക്കും ലഭിക്കും. ഈ ആർട്ടിക്കിൾ എടുത്തു കളഞ്ഞതിൻ്റെ പേരിലോ ഭേദഗതി വരുത്തിയതിൻ്റെ പേരിലോ അല്ല ജനങ്ങൾ അസ്വസ്ഥരാകുന്നത്. മറിച്ച് അത് ചെയ്ത രീതി ശരിയാണോ തെറ്റാണോ എന്നറിയാനാണ് ജനങ്ങൾ കേസിലൂടെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ആർട്ടിക്കിൾ 367 ഭേദഗതി വരുത്തി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ക്യാൻ ബി റെഡ് ആസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നതും ഒരു പ്രത്യേക സർക്കാരില്ലാത്ത ജമ്മു കാശ്മീരിൽ നിന്നും ഗവർണറിന്റെ കൺകറൻസ് എടുക്കുന്നതും ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തെ ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് പ്രഖ്യാപിക്കുന്നതും ഭരണഘടനാപരമായി ശരിയാണോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. അതിന് വളരെ വ്യക്തമായി സുപ്രീം കോടതിയുടെ 5-അംഗ സമിതി മറുപടി നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ തീരുമാനത്തിൽ ഭരണഘടനാപരമായിട്ട് യാതൊരുവിധ തെറ്റുകളുമില്ല. അതിന് കാരണം താൽക്കാലിക വ്യവസ്ഥ മാത്രമായി ആർട്ടിക്കിൾ 370 നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ്. ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമായാണ് ഈ താൽക്കാലിക വ്യവസ്ഥ കൊണ്ടുവന്നതെന്നും ഭരണഘടനാ അസംബ്ലി പിരിച്ചുവിട്ടതുകൊണ്ട് രാഷ്ട്രപതിയുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കാനുള്ള അധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് വിധിച്ചു. ഒരു സംസ്ഥാനത്തിന് മേലെ രാഷ്ട്രപതിയുടെ ഭരണം ഏർപ്പെടുത്തുമ്പോൾ അത് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം. എന്നാൽ സുപ്രീം കോടതിയുടെ പരിശോധനയിൽ യാതൊരു തരത്തിലുള്ള ദുരുദ്ദേശങ്ങളും ഈ ഒരു ആർട്ടിക്കിൾ റദ്ദാക്കുന്നതിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്താനായില്ല. ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവിയിൽ നിന്നും താഴ്ത്തി ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ 2 യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയത് ടെമ്പററി ആയിട്ടാണെങ്കിലും അതിനെപ്പറ്റി സുപ്രീം കോടതി പറയുന്നത് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരികെ നൽകണം, ലഡാക്കിനെ യൂണിയൻ ടെറിട്ടറി ആക്കി തന്നെ വെക്കണമെന്നാണ്. ആർട്ടിക്കിൾ 370 ആർട്ടിക്കിൾ 35 ഭേദഗതി വരുത്തിയതിലൂടെ കശ്മീരി ജനങ്ങളുടെ പലതരത്തിലുള്ള അവകാശങ്ങൾ വീണ്ടെടുക്കാനും സംരക്ഷിക്കാനും കേന്ദ്ര സർക്കാരിനായി. ജമ്മു കാശ്മീർ ഉണ്ടെങ്കിലേ ഭാരതം പൂർണ്ണമാവുകയുള്ളൂ. നമുക്ക് അവകാശപ്പെട്ട ഭൂമി നമ്മുടേത് മാത്രമാകുന്ന നല്ല നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജമ്മു കാശ്മീർ ഭാരതത്തിൻ്റേത് മാത്രമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഇനി കാണുന്നതുവരെ സൈനിങ് ഓഫ്, ലേൺ വിത്ത് ജോ.